നമസ്കാരം. കേരള വിഷൻ ടൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പക്ഷിപ്പനി സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ ചേർത്തല, കഞ്ഞിക്കുഴി എന്നിവിടങ്ങളിൽ കള്ളിംഗ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ചേർത്തല നഗരസഭ 14, 15, 16 വാർഡുകളും കഞ്ഞിക്കുഴി പഞ്ചായത്ത് 10-ാം വാർഡുമാണ് പ്രഭവ കേന്ദ്രങ്ങൾ. 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള പക്ഷികളെയാണ് കൊന്ന് മറവ് ചെയ്യുന്നത്. ആലപ്പുഴ ജില്ലയിൽ പല സ്ഥലങ്ങളിലും കാക്കകൾ കൂട്ടത്തോടെ ചത്തുവീഴുന്നതിൽ എന്ത് നടപടി സ്വീകരിക്കണമെന്നറിയാതെ മൃഗസംരക്ഷണ വകുപ്പ്. കാക്കകളെ കൂട്ടത്തോടെ കൊന്നൊടുക്കുന്നത് അപ്രായോഗികമെന്ന വിലയിരുത്തൽ. മുതിർന്ന പൗരന്മാരെ സംരക്ഷിക്കേണ്ടത് സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി. പകൽ വീടുകളിൽ സൗകര്യങ്ങളൊരുക്കാൻ ജില്ലാ പഞ്ചായത്ത് 25 ലക്ഷം രൂപ മാറ്റിവെച്ചിട്ടുണ്ടെന്നും KG രാജേശ്വരി. മുസ്ലിങ്ങൾക്കെതിരെ വെള്ളാപ്പള്ളി നടേശൻ നിരന്തരമായി നടത്തുന്ന കുതിരകയറ്റം അവസാനിപ്പിക്കണമെന്ന് ജമാഅത്ത് കൗൺസിൽ. ഇടതുമുന്നണിയുടെ പരാജയത്തിന് കാരണം മുസ്ലിം പ്രീണനമാണെന്ന വെള്ളാപ്പള്ളിയുടെ പ്രസ്താവന നിരുത്തരവാദപരമാണെന്നും ജമാഅത്ത് കൗൺസിൽ. ശനിയാഴ്ച പ്രവൃത്തി ദിവസമാക്കിയ സർക്കാർ നടപടിക്കെതിരെ പ്രതിഷേധം. KPSTAയുടെ നേതൃത്വത്തിൽ അധ്യാപകർ കൂട്ട അവധിയെടുത്ത് ധർണ നടത്തി. വാർത്തകൾ വിശദമായി. പക്ഷിപ്പനി സ്ഥിരീകരിച്ച ചേർത്തല നഗരസഭയിലും കഞ്ഞിക്കുഴിയിലും കള്ളിംഗ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ചേർത്തല നഗരസഭ 14, 15, 16 വാർഡുകളിലും കഞ്ഞിക്കുഴി പഞ്ചായത്ത് 10 വാർഡിലുമാണ് പ്രഭവ കേന്ദ്രങ്ങൾ. ഇവിടെ നിന്നും 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള പക്ഷികളെയാണ് കൊന്നൊടുക്കാൻ നടപടി ആരംഭിച്ചത്. കോഴി ഫാമുകളിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ചേർത്തല നഗരസഭ 14, 15, 16 വാർഡുകൾ, കഞ്ഞിക്കുഴി പഞ്ചായത്ത് 10-ാം വാർഡ് എന്നിവിടങ്ങളിൽ പ്രഭവ കേന്ദ്രത്തിന് 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള വളർത്തുപക്ഷികളെ കൊന്നു മറവ് ചെയ്യാൻ തുടങ്ങി. ചേർത്തല നഗരസഭയിൽ 3505, കഞ്ഞിക്കുഴിയിൽ 2942 എന്നിങ്ങനെയാണ് വളർത്തുപക്ഷികളെ കൊന്നു മറവ് ചെയ്യുന്നത്. കള്ളിങ്ങിനായി മൃഗസംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിൽ യഥാക്രമം 4ഉം 6ഉം ദ്രുതകർമ്മ സേനകൾ രൂപീകരിച്ചിട്ടുണ്ട്. കഞ്ഞിക്കുഴിക്കൊപ്പം മണ്ണഞ്ചേരി, മുഹമ്മ പഞ്ചായത്തിന്റെ ഭാഗങ്ങളിലും കള്ളിങ് നടക്കും. എല്ലായിടത്തും ബ്രോയിലർ കോഴി ഫാമുകളിലാണ് രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത്. ചേർത്തല നഗരസഭ 15-ാം വാർഡിൽ നിന്നും ശേഖരിച്ച സാമ്പിളുകളാണ് ഭോപ്പാലിലെ വൈറോളജി ലാബിൽ പരിശോധിച്ച പക്ഷിപ്പനി സ്ഥിരീകരിച്ചത്. തിരുവല്ലയിലെ ലാബിലെ പരിശോധനയിൽ പക്ഷിപ്പനിയുടെ സൂചന ലഭിച്ചതിനാൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്താൻ അടിയന്തര നഗരസഭാ കൗൺസിൽ യോഗം പ്രാരംഭ നടപടികൾ ആരംഭിച്ചു. ആരോഗ്യ മൃഗസംരക്ഷണ വകുപ്പുകളുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിലാണ് പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. രോഗം മൂലം 2000 കോഴികൾ ചത്തിരുന്നു. ഇതിനെ ശാസ്ത്രീയമായി സംസ്കരിക്കുന്ന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ ദിവസം തന്നെ ആരംഭിച്ചിരുന്നു. പക്ഷിപ്പനി സ്ഥിരീകരിച്ച സ്ഥലങ്ങൾ പൊതുജനാരോഗ്യ വിദഗ്ധരും മൃഗരോഗ വിദഗ്ധരും ഉൾപ്പെടുന്ന കേന്ദ്ര സംഘം സന്ദർശിച്ചു. സന്ദർശന ശേഷം സംഘം നഗരസഭയിലെത്തി ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി. മുഹമ്മ പഞ്ചായത്തിലും സംഘം സന്ദർശനം നടത്തി. ടൈം ന്യൂസ്, ചേർത്തല. ആലപ്പുഴ ജില്ലയുടെ പല ഭാഗങ്ങളിലും കാക്കകൾ കൂട്ടത്തോടെ ചത്തുവീഴുന്നതിനെതിരെ എന്ത് ചെയ്യണമെന്നറിയാതെ മൃഗസംരക്ഷണ വകുപ്പ്. കാക്കകളെ കൂട്ടത്തോടെ പിടിച്ച് കൊന്നു മറവ് ചെയ്യുന്നത് അപ്രായോഗികമാണെന്ന് വിലയിരുത്തൽ. താറാവുകൾക്കും കോഴികൾക്കുമാണ് ഇതുവരെ പക്ഷിപ്പനി സ്ഥിരീകരിച്ചിട്ടുള്ളത്. കാക്കകളെ കൂട്ടത്തോടെ കൊന്നു മറവ് ചെയ്യുക പ്രായോഗികമല്ലെന്നും സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിനായി കാക്കുകയാണെന്നും മന്ത്രി J. ചിഞ്ചുറാണി അറിയിച്ചു. ചേർത്തല പള്ളിപ്പുറം തവണക്കടവിൽ 20ഓളം കാക്കകൾ ചത്തുവീണതിനെ തുടർന്ന് മൃഗസംരക്ഷണ അധികൃതർ എത്തി സാമ്പിളുകൾ ശേഖരിച്ചു പരിശോധനയ്ക്ക് അയച്ചു. കഴിഞ്ഞ ദിവസം കാക്കകളിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ച മുഹമ്മ പഞ്ചായത്തിൽ നിന്ന് 5 കിലോമീറ്ററോളം അകലെയാണ് തവണക്കടവ്. പാതിരപ്പള്ളി, വളവനാട് എന്നിവിടങ്ങളിൽ ചത്ത നിലയിൽ കണ്ടെത്തിയ കൊക്കിൻ്റെയും പരുന്തിൻ്റെയും സാമ്പിളുകളും പരിശോധനയ്ക്ക് അയച്ചു. മണ്ണഞ്ചേരി, മുഹമ്മ പഞ്ചായത്തുകളിലും കോഴികളിലും പക്ഷിപ്പനി സംശയിക്കുന്നുണ്ട്. മുതിർന്ന പൗരന്മാരെ സംരക്ഷിക്കേണ്ടത് സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണെന്ന് ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി. പകൽ വീടുകളുടെ നവീകരണത്തിനും വികസനത്തിനുമായി 25 ലക്ഷം രൂപ മാറ്റിവെച്ചിട്ടുണ്ടെന്നും KG രാജേശ്വരി ചേർത്തലയിൽ പറഞ്ഞു. നമ്മുടെ ജില്ലയിൽ ഇപ്പോൾ ഏകദേശം 34ഓളം പകൽ വീടുകളുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ പകൽ വീടുകൾ എണ്ണം അത്രത്തോളം വേണമോ, പകൽ വീടുകൾ വേണമോ എന്ന് അടക്കം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം വൃദ്ധരായവരെ കൊണ്ടുവന്ന് പകൽ വീടുകളിൽ തള്ളലല്ലോ വേണ്ടത്. അവരെ കൃത്യമായിട്ട് വീടുകളിൽ തന്നെ പരിപാലിക്കപ്പെടേണ്ടവരാണ്. പക്ഷേ നമ്മുടെ ഒരു അണുകുടുംബങ്ങളായി മാറുന്നതിൻ്റെ ഭാഗമായിട്ട് വീട്ടിലുള്ളവർക്ക് അത്യാവശ്യം ജോലിക്ക് പോകേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ആ വൃദ്ധരായ മാതാപിതാക്കളെ പകൽ വീടുകളിൽ കൊണ്ടുവന്ന് ഇരുത്തുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അവരെ വലിച്ചെറിയുന്ന സാമൂഹ്യ വ്യവസ്ഥിതിയോട് നമുക്ക് യോജിച്ചു പോകാൻ പറ്റില്ല. മുതിർന്ന പൗരന്മാരെ സംരക്ഷിക്കേണ്ടത് സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി പറഞ്ഞു.
മുതിർന്ന പൗരന്മാരോടുള്ള അതിക്രമങ്ങൾക്കെതിരെ ബോധവൽക്കരണ ദിനാചരണത്തിൻ്റെ ജില്ലാതല ഉദ്ഘാടനം ചേർത്തലയിൽ നിർവഹിക്കുകയായിരുന്നു KG രാജേശ്വരി. സാമൂഹ്യക്ഷേമ വകുപ്പിൻ്റെ നേതൃത്വത്തിലാണ് ദിനാചരണ പരിപാടി ഒരുക്കിയത്. ADM വിനോദ് രാജ് ബോധവൽക്കരണ കലാജാഥ ഫ്ലാഗ് ഓഫ് ചെയ്തു. ചേർത്തല KSRTC ബസ് സ്റ്റാൻഡിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ ഷേർലി ഭാർഗവൻ അധ്യക്ഷയായി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ G. രഞ്ജിത്ത്, ജില്ലാ വയോജന കൗൺസിൽ അംഗം B. ശ്രീലത, KSRTC ഡിപ്പോ എഞ്ചിനീയർ വിനോദ് ബേബി എന്നിവർ ആശംസകൾ നേർന്നു. ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ AO അബിൻ സ്വാഗതവും ജൂനിയർ സൂപ്രണ്ട് സലീഷ് കുമാർ നന്ദിയും പറഞ്ഞു. ചേർത്തല NSS കോളേജ് വിദ്യാർത്ഥികളുടെ ഫ്ലാഷ് മോബും രാജീവ് പുലവരും സംഘവും അവതരിപ്പിച്ച പാവകളിയും ഒരുക്കിയിരുന്നു. വിവിധ സ്ഥലങ്ങളിലൂടെ സഞ്ചരിച്ച കലാജാഥ ചെങ്ങന്നൂരിൽ സമാപിച്ചു. ടൈം ന്യൂസ് ചേർത്തല. കേരള സീനിയർ സിറ്റിസൺ ഫോറം ചേർത്തല മരുത്തോർവട്ടം യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ വയോജന പീഡന വിരുദ്ധ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു. PA ആന്റണി പാലത്തറ ഉദ്ഘാടനം ചെയ്തു. കേരള സീനിയർ സിറ്റിസൺ ഫോറം ചേർത്തല മരുത്തോർവട്ടം യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ വയോജന പീഡന വിരുദ്ധ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു. മുതിർന്ന പൗരന്മാർക്കെതിരെയുള്ള അതിക്രമ വിരുദ്ധ ദിനാചരണത്തിൻ്റെ ഭാഗമായാണ് സെമിനാർ സംഘടിപ്പിച്ചത്. മരുത്തോർവട്ടം നാമക്കാട്ട് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന സമ്മേളനം PA ആന്റണി ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് MS ചിദംബരൻ അധ്യക്ഷനായി. നമുക്ക് എല്ലാവിധ കേന്ദ്ര സർക്കാരാണെങ്കിലും കേരള സർക്കാരാണെങ്കിലും നമ്മളെ അവഗണിക്കുകയാണ്. നമ്മൾ അനുഭവിച്ചുകൊണ്ടിരുന്നതാണ് 2ാം UPയുടെ കാലത്ത് നമുക്ക് വയോജനങ്ങൾക്ക് യാത്രാ പാസ് റെയിൽവേയിലുണ്ടായിരുന്നു. 40% പുരുഷന്മാർക്കും 50% സ്ത്രീകൾക്കുമായിരുന്നു. അത് ഈ കൊറോണയുടെ മറയിൽ എടുത്തു കളഞ്ഞു. അത് പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി ഒട്ടനവധി സമരങ്ങൾ നമ്മൾ നടത്തി. റെയിൽവേ മാർച്ച് അടക്കം ഈ യൂണിറ്റിലുള്ളവർ കൂടെ പങ്കെടുത്തുകൊണ്ട് നമ്മൾ നടത്തിയതാണ്. പക്ഷെ അതിനൊന്നും ഇതുവരെ ഒരു ഫലം കണ്ടില്ല. അതുപോലെ തന്നെ വയോജനങ്ങളുടെ ഞാൻ മുൻകാലത്തും പറഞ്ഞിട്ടുള്ളതാണ്, ഈ പെൻഷൻ തുടങ്ങി വെച്ചത് നമ്മുടെ സംഘടനയാണ്. ഇന്ന് ഈ 1600 രൂപ കൊടുക്കുന്നത് തുടങ്ങി വെച്ചത് നമ്മുടെ സംഘടനയാണ്. ആ തുടക്കം കുറിച്ച് 60 രൂപയിൽ തുടങ്ങി, ഇന്നിപ്പോ അത് 1600 പക്ഷെ അത് കൃത്യമായി കൊടുക്കുന്നില്ല. ഇപ്പോൾ എന്തോ 5-6 മാസത്തെ കുടിശ്ശികയുണ്ട്. ഇത് കൃത്യമായി കൊടുക്കണം. അതുപോലെ തന്നെ 5000 രൂപയായി, നമ്മുടെ മുദ്രാവാക്യം അതാണ്, 5000 രൂപയായി കൊടുക്കണമെന്ന് കാലാകാലങ്ങളിൽ വരുന്ന സർക്കാരിന്റെ മുമ്പിൽ നമ്മൾ മെമ്മോറാണ്ടം കൊടുത്ത് കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നിയമസഭ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് നമ്മൾ നിവേദനം നമ്മുടെ സംസ്ഥാന കമ്മിറ്റി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അതിന് ചർച്ചകളൊക്കെ അവിടെ നടക്കും. അതിന്റെ മുന്നോടി എന്ന രീതിയിലാണ് നമ്മളെല്ലാം സംസ്ഥാന വ്യാപകമായി ഇന്ന് ഈ പ്രതിഷേധ ദിനമായിട്ട് ആചരിച്ച് ജൂൺ 15. സമ്മേളനത്തോടനുബന്ധിച്ച റാലിയും ഒരുക്കിയിരുന്നു. വയോജന കമ്മീഷൻ ഉടൻ നടപ്പിലാക്കുക, ക്ഷേമ പെൻഷൻ 5000 രൂപയായി വർദ്ധിപ്പിക്കുക, വയോജനങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പുവരുത്തുക തുടങ്ങിയ ആവശ്യങ്ങളും സമ്മേളനം ഉന്നയിച്ചു. കുവൈത്ത് ദുരന്തത്തിൽ മരിച്ച മലയാളികൾ ഉൾപ്പെടെയുള്ളവർക്ക് സമ്മേളനം അനുശോചനം രേഖപ്പെടുത്തി. സെക്രട്ടറി KG ശശിധര പണിക്കർ, PV ജോസഫ്, B സോമനാഥ്, N രാധാകൃഷ്ണൻ നായർ, PK വേണുഗോപാലൻ നായർ, സതീഷ് ചന്ദ്രൻ നായർ, TJ സെലിൻ, തുളസീദാസ്, മേരി തോമസ്, CN വേണുഗോപാൽ, B സോമൻ, പുരുഷോത്തമൻ തുടങ്ങിയവർ സംസാരിച്ചു. ടൈം ന്യൂസ് ചേർത്തല. പിൻമീഡിയ ചേർത്തല. വയോജനങ്ങൾക്ക് തണലൊരുക്കി മുഹമ്മ പഞ്ചായത്ത്. വയോ കെയർ പ്ലാൻ തയ്യാറാക്കിയാണ് വയോജനങ്ങളെ ചേർത്ത് പിടിക്കാനുള്ള നടപടികൾ ആരംഭിച്ചത്. മുഹമ്മ പഞ്ചായത്തിൻ്റെ ആഭിമുഖ്യത്തിൽ 60 വയസ്സിന് മുകളിലുള്ള വയോജനങ്ങളുടെ ക്ഷേമത്തിനായി കിലയുടെ സഹായത്തോടെ വയോ കെയർ പ്ലാൻ തയ്യാറാവുന്നു. ഓരോരുത്തരുടെയും വ്യക്തിപരവും സാമൂഹ്യപരവുമായ ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞ് പദ്ധതി തയ്യാറാക്കാനുള്ള ആസൂത്രണ പ്രവർത്തനമാണ് നടത്തുന്നത്. ഇതിൻ്റെ ഭാഗമായി വാർഡുകളിൽ വയോ അയൽക്കൂട്ട രൂപീകരണം പൂർത്തീകരിച്ചു വരുന്നു. വാർഡ് തല സംഘാടക സമിതികളും പഞ്ചായത്ത് തല സംഘാടക സമിതിയും നിലവിൽ വന്നു. തെരഞ്ഞെടുക്കപ്പെട്ട റിസോഴ്സ് പേഴ്സൺമാർക്കുള്ള പരിശീലനം കിലയുടെ നേതൃത്വത്തിൽ നടന്നു. ഡോക്ടർ K. വിജയകുമാർ, AR അരുൺകുമാർ, ജോസ് J എന്നിവരാണ് ക്ലാസുകൾക്ക് നേതൃത്വം നൽകിയത്. ഞാൻ
ഞാൻ വീണുപോയതിന്റെ കാര്യം വിചാരിച്ചാൽ ഞാൻ അനക്കാൻ പോലും പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യേണ്ടി വരുന്നു? നമുക്കൊരു കൂട്ടായ്മയുടെ ആവശ്യമുണ്ട്. ഇതിലാണ് ഈ പറഞ്ഞു വരുന്നത്. കാരണം ഒറ്റയ്ക്ക് ഈ ഇത്രയും ഗൗരവമുള്ള ഒരു പ്രശ്നത്തിനെ കൈകാര്യം ചെയ്യാൻ കുടുംബങ്ങൾക്ക് അകത്ത് ലഭിക്കുന്ന മാനവശേഷി കൊണ്ട് മാത്രം കഴിയും. പരിശീലനം നേടിയവർ വാർഡ് തലങ്ങളിൽ ക്ലാസ് എടുക്കും. അവിടെയും കെയർ പ്ലാൻ തയ്യാറാക്കും. പരിശീലന പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന ഷാബു ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ND റെജി, M ചന്ദ്ര, നസീമ ടീച്ചർ, സെക്രട്ടറി PV വിനോദ് തുടങ്ങിയവർ സംസാരിച്ചു. ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ CD വിശ്വനാഥൻ സ്വാഗതവും കൺവീനർ BA അബൂബക്കർ നന്ദിയും പറഞ്ഞു. ടൈം ന്യൂസ് മുഹമ്മ. മുസ്ലിങ്ങൾക്കെതിരെ വെള്ളാപ്പള്ളി നടേശൻ നടത്തുന്ന കുതിരകയറ്റം അവസാനിപ്പിക്കണമെന്ന് കേരള മുസ്ലിം ജമാഅത്ത് കമ്മിറ്റി ആവശ്യപ്പെട്ടു. ഇടതുമുന്നണിയുടെ പരാജയത്തിന് കാരണം മുസ്ലിം പ്രീണനമാണെന്ന വെള്ളാപ്പള്ളിയുടെ പ്രസ്താവന നിരുത്തരവാദപരമാണെന്നും മുസ്ലിം ജമാഅത്ത് കമ്മിറ്റി ചൂണ്ടിക്കാട്ടി. പ്രസ്താവന പിൻവലിച്ച് വെള്ളാപ്പള്ളി നടേശൻ മാപ്പ് പറയണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. SNDP യോഗം അതിൻ്റെ ജനറൽ സെക്രട്ടറി ഇപ്പോൾ മുസ്ലിം സമുദായത്തെ വളരെയേറെ കോർണർ ചെയ്തുകൊണ്ടുള്ള പ്രസംഗങ്ങളും പ്രഖ്യാപനങ്ങളും അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം നടത്തിയ പ്രസംഗങ്ങളൊക്കെ പലപ്പോഴും ആ പ്രസംഗങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഇതോടുകൂടി തീർന്നു എന്നാണ് ഞങ്ങളിൽപ്പെട്ടവരൊക്കെ കരുതിയത്, അല്ലെങ്കിൽ പൊതുസമൂഹം കരുതിയത്. പക്ഷേ എവിടെയൊക്കെ ഒരു ശാഖായോഗത്തിൻ്റെയോ ഒരു യൂണിയൻ്റെയോ അല്ലെങ്കിൽ ഒരു പത്രപ്രവർത്തകരുടെയോ മുന്നിലേക്ക് വരുമ്പോൾ അദ്ദേഹം വീണ്ടും വീണ്ടും ഈ പറയുന്ന കാര്യങ്ങൾ ആവർത്തിക്കുന്നു എന്നുള്ളത് ഒരു വളരെ പർപ്പസ്ഫുള്ളായി പറയുന്നതായിട്ടാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടുത്തെ ആരാലും ഉപേക്ഷിക്കപ്പെട്ട വളരെ നിരാലംബരായ ഒരു സമൂഹം വിദേശ രാജ്യങ്ങളിൽ പോയി അന്ന് ലോഞ്ചിലുമൊക്കെ കയറിപ്പോയി അവിടെ ജോലി ചെയ്ത് അധ്വാനിച്ച് ഈ നാട്ടിൽ വന്ന് നാടിൻ്റെ നന്മയ്ക്കും കുടുംബത്തിൻ്റെ നന്മയ്ക്കും രാജ്യത്തിൻ്റെ നന്മയ്ക്കും വേണ്ടിയുള്ള വലിയ പ്രവർത്തനം ചെയ്ത ആളുകളെയൊക്കെ ഇപ്പോൾ രാജ്യദ്രോഹികളായി ചിത്രീകരിക്കുന്ന, വർഗീയവാദികളായി ചിത്രീകരിക്കുന്ന ഒരു ആനുകാലിക ചിത്രം നിങ്ങളുടെ മുന്നിലൊക്കെ കാണുന്നുണ്ടാവാം. ഇവിടെ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുണ്ടായ ഒരു തിരിച്ചടി അത് മുസ്ലിം സമുദായത്തെ പ്രീണിപ്പിച്ചതുകൊണ്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കും ആ മുന്നണിക്കും ഏറ്റ ആഘാതമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ആ ജാതിയും മതവും ഒന്നും ഇല്ലാത്ത ഒരു ലോകത്തെ കെട്ടിപ്പടുക്കുവാനും ജാതീയതയ്ക്കും മതത്തിനും എതിരായിട്ടുള്ള ഒരു സാമൂഹ്യ അഭിവൃദ്ധിയും കൂട്ടായ്മ ഉണ്ടാക്കുവാനും വേണ്ടിയാണ് ഗുരുദേവൻ സംസാരിച്ചത്. ആ ഗുരുവിൻ്റെ ആ ആദർശങ്ങളെ പാടെ മറക്കുന്ന ഒരു നേതൃത്വമാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട SNDP യോഗത്തിനുള്ളത്. ഇടതുമുന്നണിയുടെ പരാജയത്തിന് കാരണം സർക്കാരിൻ്റെ മുസ്ലിം പ്രീണനമാണെന്നുള്ള SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രസ്താവന നിരുത്തരവാദപരവും വസ്തുതാവിരുദ്ധവുമാണെന്ന് ജമാഅത്ത് കൗൺസിൽ ഭാരവാഹികൾ പറഞ്ഞു. വെള്ളാപ്പള്ളിയുടെ നിരന്തരമായ പ്രസ്താവനയിൽ കേരള മുസ്ലിം ജമാഅത്ത് കൗൺസിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി. സാമൂഹിക നീതിക്കും മാനവികതയ്ക്കും മനുഷ്യ സൗഹാർദ്ദത്തിനുമായി രൂപീകൃതമായ SNDP യോഗത്തെ വർഗീയ പ്രസ്ഥാനമാക്കി മാറ്റുവാനുള്ള ശ്രമമാണ് ഇപ്പോഴത്തെ അതിൻ്റെ നേതൃത്വം ശ്രമിക്കുന്നതെന്നത് ഖേദകരമാണ്. ഈഴവ സമൂഹത്തിൻ്റെ വോട്ട് BJPക്ക് കൂടുതലായി ലഭിച്ചു എന്നതിനാൽ സംസ്ഥാന സർക്കാരിൻ്റെ അതൃപ്തി തനിക്കെതിരെ ഉണ്ടാകുമെന്ന ഭയപ്പാടാണ് വെള്ളാപ്പള്ളി മുസ്ലിം സമൂഹത്തിനെതിരെ തിരിഞ്ഞത്. ഹിന്ദി ഭൂമിയായ ഉത്തരേന്ത്യയിൽ BJPക്കുണ്ടായ തിരിച്ചടിയുടെ കാരണം മുസ്ലിം പ്രീണനമാണോ എന്ന് വെള്ളാപ്പള്ളി വ്യക്തമാക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. ഈഴവ സമൂഹത്തെയും വെള്ളാപ്പള്ളിയെയും രണ്ടായിട്ടാണ് തങ്ങൾ കാണുന്നത്. സംസ്ഥാന ജനസംഖ്യയിൽ പ്രബല ശതമാനം വരുന്ന മുസ്ലിങ്ങൾ നിയമനങ്ങളിൽ നിരന്തരം പുറന്തള്ളപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ജനസംഖ്യ അനുപാതികമായി ലഭ്യമാവേണ്ട നിയമനങ്ങളിൽ അർഹമായതിൻ്റെ പകുതി പോലും ലഭ്യമാകുന്നില്ല. മുസ്ലിം സമുദായത്തിനെതിരെ നിരന്തരമായി നടത്തുന്ന പ്രസ്താവനകൾ പിൻവലിച്ച് വെള്ളാപ്പള്ളി നടേശൻ മാപ്പ് പറയണമെന്നും ജമാഅത്ത് കൗൺസിൽ ആവശ്യപ്പെട്ടു. കേരള മുസ്ലിം ജമാഅത്ത് കൗൺസിൽ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് കമാൽ M മാക്കിയിൽ, സംസ്ഥാന ട്രഷറർ CI പരീദ് എറണാകുളം, സീനിയർ വൈസ് പ്രസിഡന്റ് മാവൂടി മുഹമ്മദ് ഹാജി, ആലപ്പുഴ ജില്ലാ ജനറൽ സെക്രട്ടറി സലാം ചാത്തനാട്, സിറാജുദ്ദീൻ ഫൈസി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ടൈം ന്യൂസ് ആലപ്പുഴ. ശനിയാഴ്ച പ്രവൃത്തി ദിവസമാക്കിയ സർക്കാർ നടപടിയിൽ പ്രതിഷേധം. KPSTA നേതൃത്വത്തിൽ അധ്യാപകർ കൂട്ട അവധിയെടുത്ത് ധർണാ സമരം നടത്തി. വിദ്യാഭ്യാസ കലണ്ടർ പിൻവലിക്കൂ. ഞങ്ങളുടെ കുട്ടികൾ ഞങ്ങളുടെ മക്കൾ, ഞങ്ങളുടെ കുട്ടികൾ ഞങ്ങളുടെ മക്കൾ, ഞങ്ങളുടെ കുട്ടികൾ ഞങ്ങളുടെ മക്കൾ, ഞങ്ങളുടെ കുട്ടികൾ ഞങ്ങളുടെ മക്കൾ, ഞങ്ങളുടെ ഓമന കുഞ്ഞുങ്ങൾ, ഞങ്ങളുടെ ഓമന കുഞ്ഞുങ്ങൾ കൂട്ടിലടച്ച തത്തകളല്ല, കൂട്ടിലടച്ച തത്തകളല്ല, കൂട്ടിലടച്ച തത്തകളല്ല, കൂട്ടിലടച്ച തത്തകളല്ല, കാത്തു ചുരത്തും
യന്ത്രവുമല്ല അവർക്ക് വേണം കളിയും ചിരിയും അവർക്ക് വേണം ഒഴിവു ദിനങ്ങൾ വിദ്യാഭ്യാസ അവകാശ നിയമത്തിനെതിരെ ശനിയാഴ്ചകൾ പ്രവൃത്തി ദിവസമാക്കിക്കൊണ്ട് തയ്യാറാക്കിയ വിദ്യാഭ്യാസ കലണ്ടർ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടാണ് കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ കൂട്ട അവധിയെടുത്ത പ്രതിഷേധം സംഘടിപ്പിച്ചത്. ജില്ലയിലെ വിവിധ വിദ്യാഭ്യാസ ഓഫീസുകൾക്ക് മുന്നിൽ അധ്യാപകർ ധർണാ സമരം സംഘടിപ്പിച്ചു. ചേർത്തല വിദ്യാഭ്യാസ ജില്ലാ ഓഫീസിന് മുന്നിൽ നടന്ന ധർണ സംസ്ഥാന സെക്രട്ടറി PA ജോൺ ബോസ്കോ ഉദ്ഘാടനം ചെയ്തു. യഥാർത്ഥത്തിൽ ഗവൺമെൻറ് ഭാഗത്തുനിന്ന് കൃത്യമായ ഒരു വിശദീകരണമോ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റോ നൽകാൻ ഗവൺമെൻറ് തയ്യാറാകാത്തതാണ് ഈ ദാരുണമായ അവസ്ഥയ്ക്ക് കാരണം. അതായത് 220 പ്രവൃത്തി ദിനം എവിടെയാണ് വേണ്ടത്? അതെവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? KER നിലവിൽ വന്ന കാലം മുതൽക്ക് തന്നെ 220 പ്രവൃത്തി ദിനങ്ങളെന്ന് ഒരു പാരഗ്രാഫിൽ പറയുമ്പോൾ തന്നെ അതിൻ്റെ തൊട്ടടുത്ത പാരഗ്രാഫിൽ പറയുന്നു എല്ലാ ശനിയാഴ്ചകളും ആഴ്ചയിൽ 5 പ്രവൃത്തി ദിനങ്ങൾ ഉറപ്പാക്കണമെന്നും മുസ്ലിം ഭൂരിപക്ഷ സ്കൂളുകളിൽ ശനിയാഴ്ച അവധി കൊടുക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളിൽ വെള്ളിയാഴ്ച അവധി കൊടുക്കണമെന്നും അതിനകത്ത് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ 5 പ്രവൃത്തി ദിനം എന്നുള്ളത് KER തന്നെ അംഗീകരിച്ചിട്ടുള്ളതാണ്. ഇനി വിദ്യാഭ്യാസ അവകാശ നിയമത്തെക്കുറിച്ചും അതിനകത്ത് പരാമർശമുണ്ട്. വിദ്യാഭ്യാസ അവകാശ നിയമം എന്താണ് പറയുന്നത്? അത് 8ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് മാത്രമാണ് വിദ്യാഭ്യാസ അവകാശ നിയമം ബാധകമായിട്ടുള്ളത്. അത് 1 to 5 800 മണിക്കൂർ, 6 to 8 1000 മണിക്കൂർ. ഇത് കൃത്യമായിട്ട് പറയുന്നു. 1000 മണിക്കൂർ എന്ന് പറയുമ്പോഴെന്താണ്? ആഴ്ചയിൽ 5 ദിവസം പ്രവൃത്തി ദിനം. നമ്മൾ ഒരു ദിവസം നമ്മൾ 5 മണിക്കൂർ കൃത്യമായ രീതിയിൽ അധ്യയനം മാത്രം നടക്കുന്നുണ്ട്. അത് ഉച്ചക്കുള്ള സമയവും മറ്റ് രാവിലെയുള്ള മോർണിംഗ് ക്ലാസ്സും ഈവനിങ് ക്ലാസ്സും ഒക്കെ ഒഴികെ 5 മണിക്കൂർ പ്രവൃത്തി ദിനം നടന്നാൽ തന്നെ 200 ദിവസം കൊണ്ട് 1000 മണിക്കൂറായി. അശാസ്ത്രീയമായ തീരുമാനം വിദ്യാഭ്യാസ മേഖലയിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്ന് ജോൺ ബോസ്കോ പറഞ്ഞു. സംസ്ഥാന നിർവാഹക സമിതി അംഗം KD അജിമോൻ, സോണി പവേലിൽ, സംസ്ഥാന സമിതി അംഗം B ശ്രീഹരി, ജില്ലാ സെക്രട്ടറി ER ഉദയകുമാർ, വിദ്യാഭ്യാസ ജില്ലാ സെക്രട്ടറി ഡൊമിനിക് സെബാസ്റ്റ്യൻ, ട്രഷറർ KJ യേശുദാസ്, സംസ്ഥാന മീഡിയ സെൽ കൺവീനർ PR രാജേഷ് എന്നിവർ സംസാരിച്ചു. ടൈം ന്യൂസ് ചേർത്തല. ചേർത്തല ഹോളി ഫാമിലി ഹയർ സെക്കൻഡറി സ്കൂളിൽ മെറിറ്റ് ഈവനിംഗ് സംഘടിപ്പിച്ചു. SSLC +2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയവരെ ആദരിക്കാനാണ് മെറിറ്റ് ഈവനിംഗ് സംഘടിപ്പിച്ചത്. മുട്ടം പാരിഷ് ഹാളിൽ നടന്ന മെറിറ്റ് ഈവനിംഗ് ചാണ്ടി ഉമ്മൻ MLA ഉദ്ഘാടനം ചെയ്തു. ഹോളി ഫാമിലി ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ്സിലെയും +2വിലെയും ഫുൾ A+ നേടിയ കുട്ടികളെ ആദരിക്കുന്നതിനാണ് മെറിറ്റ് ഈവനിംഗ് സംഘടിപ്പിച്ചത്. മുട്ടം പാരിഷ് ഹാളിൽ നടന്ന മെറിറ്റ് ഈവനിംഗ് ചാണ്ടി ഉമ്മൻ MLA ഉദ്ഘാടനം ചെയ്തു. പക്ഷെ നിങ്ങൾക്ക് വലിയൊരു ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് കിട്ടുന്ന വിദ്യാഭ്യാസം ഈ രാജ്യത്തിന്റെ വലിയ തുക ചെലവഴിച്ചുകൊണ്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. നിങ്ങൾക്ക് കിട്ടുന്ന വിദ്യാഭ്യാസം എന്നുള്ളത് കോടിക്കണക്കിന് ഭാരതീയരായ മറ്റ് മക്കൾക്ക് കിട്ടാത്ത വിദ്യാഭ്യാസമാണ്. അപ്പോൾ എത്രയോ കോടി ഭാരതീയർക്ക് കിട്ടാത്ത അവസരം നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് വലിയൊരു ഉത്തരവാദിത്തമുണ്ട്. ഇവിടെ നിന്ന് മികച്ച വിജയം നേടി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങൾ പോയേക്കാം, ഭാരതത്തിന്റെ വിവിധ ഭാഗങ്ങൾ പോയേക്കാം. ഇവിടുത്തെ പാവപ്പെട്ടവരെ പറ്റി കരുതുവാൻ, പാവപ്പെട്ടവർക്ക് വേണ്ടി നിൽക്കുവാൻ, ലോകത്ത് എവിടെ പോയാലും തിരിച്ചു വന്ന് ഈ രാജ്യത്തെ പിന്തുണയ്ക്കുവാൻ എല്ലാ കാര്യങ്ങളും സർക്കാർ ചെയ്യണമെന്ന് വെച്ചാൽ നടക്കുന്ന കാര്യമല്ല. എല്ലാ കാര്യങ്ങളും സർക്കാർ ചെയ്യാനും സാധിക്കത്തില്ല. അപ്പോൾ നമ്മൾ ഓരോരുത്തർക്കും ഉത്തരവാദിത്വമുണ്ട് എന്നുള്ള ഉത്തമ ബോധ്യം നിങ്ങൾക്കുണ്ടാവണം. സ്കൂൾ മാനേജർ റവറൻ ഡോക്ടർ ആൻഡോ ചേരാന്തുരുത്തി അധ്യക്ഷനായി. വിജയികളായ വിദ്യാർത്ഥികൾക്ക് മെമൻറ്റോ നൽകി ആദരിച്ചു. +2വിൽ നിന്ന് 53 കുട്ടികളെയും SSLCയിൽ നിന്ന് 34 കുട്ടികളെയും NMMS സ്കോളർഷിപ്പ് കരസ്ഥമാക്കിയ 7 കുട്ടികളെയും ചടങ്ങിൽ ആദരിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ BH ആന്റണി, പ്രഥമാധ്യാപിക M മിനി, PTA പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജാക്സൺ മാത്യു, സ്റ്റാഫ് സെക്രട്ടറി B ശ്രീഹരി, അഡ്വക്കേറ്റ് S ശരത് തുടങ്ങിയവർ സംസാരിച്ചു. ടൈം ന്യൂസ് ചേർത്തല. ചേർത്തല ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ മികവിൻ്റെ കേന്ദ്രമാവുന്നു. ഡിജിറ്റൽ സാങ്കേതിക പ്രവർത്തനങ്ങളിലും സ്കൂൾ മുന്നേറുന്നു. സ്കൂളിലെ ലിറ്റിൽ കൈറ്റ്സ് യൂണിറ്റ് ആലപ്പുഴ ജില്ലയിൽ 1ാമത്. ലിറ്റിൽ കൈറ്റ്സ് യൂണിറ്റ്സുകൾക്ക് വേണ്ടി സംസ്ഥാന തലത്തിൽ നടത്തിയ മത്സരത്തിൽ ജില്ലയിൽ ചേർത്തല ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ 1ാമതെത്തി. സാമൂഹിക പ്രതിബദ്ധതയോടെ നിരവധി പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ വർഷം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ലിറ്റിൽ കൈറ്റ്സ് യൂണിറ്റ് നടത്തിയത്. വയോജനങ്ങളെ ഡിജിറ്റൽ സാക്ഷരരാക്കുന്നതിനു വേണ്ടി വയോജന ഡിജിറ്റൽ സാക്ഷരതാ പദ്ധതി
അമ്മമാരുടെ ഡിജിറ്റൽ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി അമ്മ ഈ ലോകം എന്ന പേരിൽ DTP പരിശീലനം, ഭിന്നശേഷി കുട്ടികളിലേക്ക് ഡിജിറ്റൽ സാങ്കേതിക വിദ്യ എത്തിക്കുന്നതിനായി അത്തരം കുട്ടികളുടെ വീടുകൾ കേന്ദ്രീകരിച്ച IT at ഹോം പദ്ധതി എന്നിവ നടപ്പാക്കിയിരുന്നു. നമ്മുടെ സ്കൂളിലും എഡ്യൂക്കേറ്റ്സ് യൂണിറ്റ് ആഭിമുഖ്യത്തിൽ അമ്മമാർക്ക് സാക്ഷരത, ഈ ഡിജിറ്റൽ സാക്ഷരത കൊടുക്കാനും അതുപോലെ തന്നെ ആധാറുമായി ലിങ്ക് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കുട്ടികൾക്കും മറ്റ് അഭ്യസ്തവിദ്യരായിട്ടുള്ള ഡിജിറ്റൽ അഭ്യസ്തവിദ്യരായിട്ടുള്ള ആൾക്കാർക്ക് പ്രത്യേകം പരിശീലനത്തിലൂടെ വിവിധ വിദ്യാഭ്യാസ രംഗത്ത് ഒത്തിരി മാറ്റങ്ങൾ നമുക്ക് കൈവരിക്കാൻ കഴിഞ്ഞ വർഷം സാധിച്ചു. അതിൻ്റെ ഭാഗമായി സംസ്ഥാന തലത്തിൽ നടന്ന മത്സരത്തിൽ ആലപ്പുഴ ജില്ലയ്ക്ക് നമ്പർ 1, അതായത് 1ാം സ്ഥാനം ചേർത്തല ഗേൾസ് നേടിയിരിക്കുകയാണ്. സംസ്ഥാനതല ശാസ്ത്രമേളയിലും ലിറ്റിൽ കൈറ്റ് സംഘങ്ങൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്നു. ടൈം ന്യൂസ്, ചേർത്തല. ആലപ്പുഴ ജില്ലയിലെ ശുചിമുറി മാലിന്യ നീക്കം പ്രതിസന്ധിയിൽ. തൊഴിലാളികളുടെ സമരം തുടരുന്നു. ഹോട്ടലുകളുടെയും റിസോർട്ടുകളുടെയും മറ്റും പ്രവർത്തനങ്ങൾ അവതാളത്തിൽ. തൊഴിലാളികളുടെ സമരം 12 ദിവസം പിന്നിട്ടിട്ടും പരിഹാരമായിട്ടില്ല. ജില്ലയിലെ ശുചിമുറി മാലിന്യ നീക്കം നിലച്ച അവസ്ഥയിൽ തന്നെ പ്രശ്നത്തിന് പരിഹാരം തേടി തൊഴിലാളികൾ കഴിഞ്ഞ ദിവസവും കളക്ടറെ കാണാൻ എത്തിയെങ്കിലും കാണാൻ സാധിച്ചില്ല. പ്രശ്നം പരിഹരിക്കാൻ NDPC, ആലപ്പുഴ ജനറൽ ആശുപത്രി, വണ്ടാനം മെഡിക്കൽ കോളേജ്, പള്ളിപ്പുറം ഇൻഫോ പാർക്ക് എന്നീ സ്ഥാപനങ്ങളുടെ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റുകൾ തുറന്നു നൽകാൻ തീരുമാനമായിരുന്നു. ഇതിനുള്ള നിർദ്ദേശം സ്ഥാപനങ്ങൾക്ക് നൽകിയിട്ടുണ്ടെന്ന് കളക്ടർ അറിയിച്ചിരുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ തങ്ങൾക്ക് ഇതുവരെ ഔദ്യോഗിക അറിയിപ്പ് ലഭിച്ചിട്ടില്ലെന്ന് തൊഴിലാളികൾ പറയുന്നു. മാത്രമല്ല, പ്ലാന്റുകൾ എങ്ങനെ എപ്പോഴൊക്കെ ഉപയോഗപ്പെടുത്താൻ കഴിയുമെന്നുള്ള കാര്യത്തിലും അന്തിമ തീരുമാനമായിട്ടില്ല. 4 പ്ലാന്റുകൾക്കും കൂടി ഒരു ദിവസം പരമാവധി 16 ലോഡുകൾ സ്വീകരിക്കാനുള്ള ശേഷിയേ ഉള്ളൂ. അതിനാൽ ലോഡുകൾ എടുക്കുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടി വരും. ശുചിമുറി മാലിന്യം മാത്രമേ പ്ലാന്റുകൾ സ്വീകരിക്കൂ. ഹോട്ടലുകളിലെ മലിനജലം പ്ലാന്റിൽ സ്വീകരിക്കില്ല. ഹോട്ടലുകളിൽ നിന്നും ശേഖരിക്കുന്ന മലിനജലം എവിടെ ഒഴുക്കുമെന്ന കാര്യത്തിൽ ഇപ്പോഴും ആശങ്ക നിലനിൽക്കുകയാണ്. ശുചിമുറി മാലിന്യ നീക്കം പൂർണ്ണമായും നിലച്ചതോടെ ജില്ലയിലെ ഹോട്ടലുകളുടെയും റിസോർട്ടുകളുടെയും പ്രവർത്തനം പ്രതിസന്ധിയിലാണ്. പല ഹോട്ടലുകളും താൽക്കാലികമായി അടച്ചുപൂട്ടിയിരിക്കുകയാണ്. ടൈം ന്യൂസ്, ആലപ്പുഴ. ഓടുന്ന കാറിൽ നീന്തൽക്കുളമൊരുക്കിയ യൂട്യൂബർ സഞ്ജു ടെക്കിയുടെ ഡ്രൈവിംഗ് ലൈസൻസ് ആജീവനാന്ത കാലത്തേക്ക് റദ്ദാക്കി. ആലപ്പുഴ എൻഫോഴ്സ്മെന്റ് RTOയുടേതാണ് നടപടി. തുടർച്ചയായ മോട്ടോർ വാഹന നിയമലംഘനം ചൂണ്ടിക്കാട്ടിയാണ് നടപടിയെന്ന് RTO. കാറിൽ സ്വിമ്മിംഗ് പൂൾ ഒരുക്കുകയും ഈ വാഹനവുമായി പൊതുനിരത്തിൽ ഇറങ്ങുകയും ചെയ്ത സഞ്ജു ടെക്കിയുടെ ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദാക്കി മോട്ടോർ വാഹന വകുപ്പ്. ആജീവനാന്ത വിലക്കാണ് ലൈസൻസിന് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ആലപ്പുഴ എൻഫോഴ്സ്മെന്റ് RTO ആണ് യൂട്യൂബർ സഞ്ജു ടെക്കിക്കെതിരെ കർശന നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ഇയാൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് കേരള ഹൈക്കോടതി ഉൾപ്പെടെ നിർദ്ദേശിച്ചിരുന്നു. അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചതാണെന്നും ഇനി ഇത്തരത്തിലുള്ള തെറ്റുകൾ ആവർത്തിക്കില്ലെന്നുമെല്ലാമായിരുന്നു സഞ്ജു നൽകിയ വിശദീകരണം. എന്നാൽ ഹൈക്കോടതി ഉൾപ്പെടെ ഈ കേസിൽ ഇടപെടുകയും ഇത്തരം കേസുകളിൽ യാതൊരു ഇളവും നൽകേണ്ടതില്ലെന്ന നിലപാട് സ്വീകരിക്കുകയും ചെയ്തതോടെ കടുത്ത നടപടിയിലേക്ക് പോകാൻ മോട്ടോർ വാഹന വകുപ്പ് തീരുമാനിക്കുകയായിരുന്നു. മോട്ടോർ വാഹന വകുപ്പ് ആജീവനാന്തമാണ് ലൈസൻസ് റദ്ദാക്കിയിരിക്കുന്നതെങ്കിലും സഞ്ജുവിന് കോടതിയിൽ അപ്പീൽ നൽകാനുള്ള സാധ്യത അവശേഷിപ്പിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ കോടതിയിൽ പോയി റദ്ദാക്കൽ കാലാവധിയിൽ ഇളവ് തേടാനുള്ള സാധ്യതയുണ്ട്. നിലവിലെ നടപടി അനുസരിച്ച് ലൈസൻസ് സ്ഥിരമായി റദ്ദാക്കിയിട്ടുണ്ട്. നിയമലംഘനത്തിന് ഉപയോഗിച്ച വാഹനത്തിന്റെ രജിസ്ട്രേഷൻ കഴിഞ്ഞ ദിവസമാണ് 1 വർഷത്തേക്ക് റദ്ദാക്കിയത്. സഞ്ജു ടെക്കിക്ക് പണക്കൊഴുപ്പും അഹങ്കാരവുമാണെന്ന ഇക്കാര്യത്തിൽ ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ നേരത്തെ പ്രതികരിച്ചിരുന്നു. ഇനി ഇത്തരം പരിപാടികളുമായി റീച്ച് കൂട്ടാൻ വരാത്ത വിധത്തിലുള്ള നടപടികൾ കൈക്കൊള്ളുമെന്നും അദ്ദേഹം മുൻപ് പറഞ്ഞിരുന്നു. പണമുള്ളവൻ കാറിൽ സ്വിമ്മിംഗ് പൂൾ പണിതല്ല നീന്തേണ്ടതെന്നും വീട്ടിൽ സ്വിമ്മിംഗ് പൂൾ പണിയണമെന്നും ഭ്രാന്തന്മാർ സമനില തെറ്റി കാണിക്കുന്ന വേലകൾക്ക് റീച്ചുണ്ടാക്കി കൊടുക്കരുതെന്നും മോട്ടോർ വാഹന വകുപ്പിനെതിരെയുള്ള വെല്ലുവിളി വേണ്ട എന്നും പഴയ കാലമല്ലെന്നും ഗണേഷ് കുമാർ പ്രതികരിച്ചിരുന്നു. ആദ്യഘട്ടത്തിൽ മോട്ടോർ വാഹന വകുപ്പ് നടപടികളെ പരിഹസിച്ചും ലാഘവത്തോടെ എടുത്തുമായിരുന്നു സഞ്ജുവിന്റെ പ്രതികരണം. 10 ലക്ഷം രൂപ മുടക്കിയാൽ പോലും കിട്ടാത്ത റീച്ചാണ് തന്റെ ചാനലിന് മോട്ടോർ വാഹന വകുപ്പ് നടപടിയിലൂടെ ലഭിച്ചതെന്നായിരുന്നു സഞ്ജുവിന്റെ പരിഹാസം. ഇതിനു പിന്നാലെയാണ് എടപ്പാളിലുള്ള മോട്ടോർ വാഹന വകുപ്പിന്റെ ക്ലാസിലും ആശുപത്രി സേവനം ഉൾപ്പെടെയുള്ള കാര്യത്തിനും സഞ്ജു ടെക്കിയെ മോട്ടോർ വാഹന വകുപ്പ് അയച്ചതും. ടൈം ന്യൂസ്, ആലപ്പുഴ. മുഹമ്മദ് നേതാജി ക്ഷീരോത്പാദക സഹകരണ സംഘത്തിലെ അഴിമതി ആരോപണം ഭരണസമിതിയെ പിരിച്ചുവിട്ട് അന്വേഷണം നടത്തണമെന്ന് കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെട്ടു. നേതാജി ക്ഷീരോത്പാദക സഹകരണ സംഘവുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണം ഉയരുന്ന സാഹചര്യത്തിൽ ഭരണസമിതിയെ പിരിച്ചുവിട്ട് അന്വേഷണം നടത്തണമെന്ന ആവശ്യം. നടപടി ആവശ്യപ്പെട്ട ജില്ലാ ക്ഷീരവികസന ഡെപ്യൂട്ടി ഡയറക്ടർക്ക് പരാതി നൽകിയതായി സേവാദൾ സംസ്ഥാന വൈസ് പ്രസിഡന്റ് PJ മോഹനൻ, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് MC ചന്ദ്രബോസ്, കോൺഗ്രസ് കലവൂർ മണ്ഡലം പ്രസിഡന്റ് ചന്ദ്രബാബു, നേതാജി മണ്ഡലം പ്രസിഡന്റ് MB ജോയി എന്നിവർ അറിയിച്ചു. സംഘത്തിൽ നിരവധി ക്രമക്കേടുകൾ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുണ്ട്. ഇവയൊന്നും പരിഹരിക്കുന്നതിനോ സംഘത്തിനുണ്ടായിട്ടുള്ള സാമ്പത്തിക നഷ്ടം
ഉത്തരവാദികളായവരിൽ നിന്ന് ഈടാക്കി സംഘത്തിൻ്റെ കണക്കിൽ വരവ് വയ്ക്കുന്നതിനോ നാളിതുവരെ ചെയ്തിട്ടില്ല. ക്രമക്കേട് നടത്തിയ സെക്രട്ടറിയെ നിരുപാധികം വിരമിക്കുവാൻ സംഘം ഭരണസമിതി അനുവദിക്കുകയായിരുന്നു. ഭരണസമിതിയും സെക്രട്ടറിയും ചേർന്ന് സംഘത്തെ ഇല്ലായ്മ ചെയ്യുന്നതിന് നടത്തിയ ഈ വൻ അഴിമതിക്കെതിരെ ഭരണസമിതി പിരിച്ചുവിട്ട് സിവിലായും ക്രിമിനലായും നടപടി സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. സെക്രട്ടറിയും ഭരണസമിതിയും ക്രമക്കേടിന് ഉത്തരവാദികളാണെന്ന് അവർ ആരോപിക്കുന്നു. പാൽ വിൽപ്പനയിൽ ക്രമക്കേട് കണ്ടെത്തിയതിനെ തുടർന്ന് 2007 നടപടി നേരിട്ട സെക്രട്ടറി തന്നെയാണ് ഇപ്പോഴും ആരോപണത്തിൻ്റെ മുനയിലുള്ളത്. സെക്രട്ടറി കഴിഞ്ഞ ദിവസം വിരമിച്ചിട്ടും സംഘത്തിലുണ്ടായ സാമ്പത്തിക നഷ്ടത്തെക്കുറിച്ച് ഭരണസമിതി മൗനം പാലിക്കുകയാണ്. 18 ലക്ഷം രൂപയുടെ ക്രമക്കേട് നടന്നതായി അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നതായി ഇവർ ആരോപിക്കുന്നു. ക്രമക്കേടിന് നേതൃത്വം നൽകിയ സെക്രട്ടറിയെ നിരുപാധികം വിരമിക്കാൻ അവസരം നൽകി സഹായിക്കുകയാണ് ഭരണസമിതി ചെയ്തതെന്ന് ഇവർ കുറ്റപ്പെടുത്തുന്നു. അഴിമതി വ്യക്തമായ സാഹചര്യത്തിൽ ഭരണസമിതി പിരിച്ചുവിട്ട് കുറ്റവാളികളെ മാതൃകാപരമായി ശിക്ഷിക്കണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു. ടൈനൂസ് മുഹമ്മദ്. പള്ളിപ്പുറം പട്ടാരി സമാജം ഹൈസ്കൂളിൽ ആസ്ട്രോണമി ലാബ് സജ്ജമായി. ഈ മാസം 18-ന് ഉദ്ഘാടനം നടക്കുമെന്ന് സ്കൂൾ അധികൃതർ പറഞ്ഞു. ഇതോടൊപ്പം എൻഡോമെന്റ് വിതരണവും നടക്കും. ഇതിന്റെ പ്രവർത്തന ഉദ്ഘാടനം ഈ മാസം 18-ാം തീയതി ചൊവ്വാഴ്ച രാവിലെ 10 മണിക്ക് ബഹുമാനിയായ അരൂരമ്മന്റെ ശ്രീമതി ജലീമ ജോജാണ് നിർവഹിക്കുന്നത്. തദവസരത്തിൽ തന്നെ നമ്മുടെ സ്കൂളിൽ നിന്ന് ഉന്നത വിജയം നേടിയ കുട്ടികൾക്ക് എൻഡോമെന്റ് കൊടുക്കുന്നുണ്ട്. എൻഡോമെന്റിന്റെ വിതരണ ഉദ്ഘാടനം ബഹുമാനിയായ പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സുധീഷാണ്. ഒപ്പം തന്നെ ഇതിനോടനുബന്ധിച്ച് വരുന്ന വായനാ വാരമുണ്ട്. വായനാ വാരത്തിന്റെ ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനിയായ AEO ചേർത്തല AEO ശ്രീ സാബു സാറാണ്. രാവിലെ 10-ന് ദിലീമ ജോജോ MLA ലാബിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കും. സ്കൂൾ മാനേജർ ഡോക്ടർ A. ജയൻ അധ്യക്ഷനാകും. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TS സുധീഷ് എൻഡോമെന്റ് വിതരണ കർമ്മം നിർവഹിക്കും. സജിത് VS പദ്ധതി വിശദീകരിക്കും. പ്രശാന്തി സോണി, ഗോപിനാഥ്, VG പ്രദീപ്, രാജശ്രീ, VK സുനിൽകുമാർ, PV രമേശ്, കുമാരി സേത S. പൈ തുടങ്ങിയവർ സംസാരിക്കും. പ്രഥമ അധ്യാപകൻ ജോയി ജോസ് സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി ജയശ്രീ നന്ദിയും പറയും. പ്രഥമ അധ്യാപകൻ ജോയി C. ജോസ്, PTA പ്രസിഡന്റ് ഗോപിദാസ്, സ്കൂൾ മാനേജർ ഡോക്ടർ S. ജയൻ, PV രമേശ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ടൈനൂസ് പൂച്ചാക്കൽ. നിർധനയായ യുവതി ജീവൻ നിലനിർത്താൻ ഉദാരമതികളുടെ സഹായം തേടുന്നു. പള്ളിപ്പുറം സ്വദേശിയായ 28 വയസ്സുള്ള ഹരിത ലെനിനാണ് ഉദാരമതികളുടെ സഹായം തേടുന്നത്. പള്ളിപ്പുറം പഞ്ചായത്ത് 16-ാം വാർഡിൽ പള്ളിയാത്ത നികർത്തിൽ ലെനിൻ്റെയും സുനിമോളുടെയും മകളായ 28 വയസ്സുള്ള ഹരിത ലെനിനാണ് വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയയാവുന്നത്. മാതാവ് സുനിമോൾ വൃക്ക നൽകാൻ തയ്യാറായെങ്കിലും അത് വലിയ റിസ്ക്കാണെന്ന് കോട്ടയം മെഡിക്കൽ കോളേജ് അധികൃതർ അറിയിച്ചു. തുടർന്ന് അമൃത മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയാണ്. ശസ്ത്രക്രിയയ്ക്ക് 30 ലക്ഷത്തോളം രൂപ ആവശ്യമാണ്. നിർധന കുടുംബത്തിന് അത് താങ്ങാനാവുന്നില്ല. ഉദാരമതികളുടെ സഹായമുണ്ടെങ്കിൽ ഹരിതയ്ക്ക് ജീവിതത്തിലേക്ക് മടങ്ങാനാവും. സന്മനസ്സുള്ളവർ ഇതോടൊപ്പമുള്ള അക്കൗണ്ടിൽ സഹായം നൽകാൻ അപേക്ഷ. പ്രധാന വാർത്തകൾ വീണ്ടും. പക്ഷിപ്പനി സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ ചേർത്തല, കഞ്ഞിക്കുഴി എന്നിവിടങ്ങളിൽ കള്ളിംഗ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ചേർത്തല നഗരസഭ 14, 15, 16 വാർഡുകളും കഞ്ഞിക്കുഴി പഞ്ചായത്ത് 10-ാം വാർഡുമാണ് പ്രഭവ കേന്ദ്രങ്ങൾ. 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള പക്ഷികളെയാണ് കൊന്ന് മറവ് ചെയ്യുന്നത്. ആലപ്പുഴ ജില്ലയിൽ പല സ്ഥലങ്ങളിലും കാക്കകൾ കൂട്ടത്തോടെ ചത്തുവീഴുന്നതിൽ എന്ത് നടപടി സ്വീകരിക്കണമെന്നറിയാതെ മൃഗസംരക്ഷണ വകുപ്പ്. കാക്കകളെ കൂട്ടത്തോടെ കൊന്നൊടുക്കുന്നത് അപ്രായോഗികമെന്ന വിലയിരുത്തൽ. മുതിർന്ന പൗരന്മാരെ സംരക്ഷിക്കേണ്ടത് സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി. പകൽ വീടുകളിൽ സൗകര്യങ്ങളൊരുക്കാൻ ജില്ലാ പഞ്ചായത്ത് 25 ലക്ഷം രൂപ മാറ്റിവെച്ചിട്ടുണ്ടെന്നും KG രാജേശ്വരി. മുസ്ലിങ്ങൾക്കെതിരെ വെള്ളാപ്പള്ളി നടേശൻ നിരന്തരമായി നടത്തുന്ന കുതിരകയറ്റം അവസാനിപ്പിക്കണമെന്ന് ജമാഅത്ത് കൗൺസിൽ. ഇടതുമുന്നണിയുടെ പരാജയത്തിന് കാരണം മുസ്ലിം പ്രീണനമാണെന്ന വെള്ളാപ്പള്ളിയുടെ പ്രസ്താവന നിരുത്തരവാദപരമാണെന്നും ജമാഅത്ത് കൗൺസിൽ. ശനിയാഴ്ച പ്രവൃത്തി ദിവസമാക്കിയ സർക്കാർ നടപടിക്കെതിരെ പ്രതിഷേധം. KPSTA നേതൃത്വത്തിൽ അധ്യാപകർ കൂട്ട അവധിയെടുത്ത് ധർണ നടത്തി. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.